വെൽക്കം ബാക്ക് ടു നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് പോവാണ്. ഒരു സാധനം മേടിക്കാൻ വേണം. അപ്പോൾ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് പാലിയം കൊട്ടാരത്തിൻ്റെ അടുത്ത് എത്തിയപ്പം ചേട്ടൻ പറഞ്ഞു, ഈ ഭാവിയിൽ ഈ കൊട്ടാരം വാങ്ങണം എന്നൊക്കെയാണ് ഇതുപോലത്തെ ഒരു കൊട്ടാരം വാങ്ങണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനും എൻ്റെ മോൾ ആ തള്ളലും കെട്ട് സഹിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഒരു കിടക്കാച്ചി മഴ പെയ്തത്. ഞങ്ങൾ ഇറങ്ങുമ്പോഴും മഴ ഉണ്ടായിരുന്നു. അപ്പോൾ നേരെ ഞങ്ങൾ പോയി ചൂതപ്പള്ളീൻ്റെ അങ്ങോട്ടേക്കാണ്. അവിടെ മുമ്പോട്ടൊരു പുഴയുണ്ട് കേട്ടോ. ഇതിവിടെ അഗ്രഹാരമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്ന് ഓപ്പൺ അല്ലാന്ന് ചേട്ടൻ പറഞ്ഞു. അവരാരും പറഞ്ഞില്ല. ചിലപ്പം കയറ്റാൻ കഴിയാത്തതുകൊണ്ട് പറഞ്ഞായിരിക്കും അങ്ങനെ. അപ്പോൾ ഞങ്ങൾ നേരെ ഈ പുഴേൻ്റെ അടുത്ത് പോയി കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നു. കാരണം അവിടെ ഇങ്ങനെ ബോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ മഴ ആയതുകൊണ്ട് പുറത്തിറങ്ങാനും പറ്റത്തില്ല. അപ്പോൾ ഈ ബോട്ട് സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഏറ്റവും പോയിട്ടില്ലെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങളവിടെ ഇരുന്ന് കുറച്ച് റീൽസൊക്കെ ചെയ്ത് പിന്നെ ഞങ്ങൾ പാറൂർ ടൗണിലേക്ക് പോയി കുറച്ച് നേരം അവിടെ നിന്ന് കറങ്ങി. ഞങ്ങൾ മേടിക്കാൻ വന്ന സാധനം ആ ചേട്ടനൊരു കല്യാണത്തിന് പോയതാണ്. അപ്പോൾ ആ ചേട്ടൻ വന്നിട്ട് വേണം എടുത്തു തരാൻ. അപ്പം ഞങ്ങൾ നേരെ സൂപ്പർ മാർക്കറ്റിൽ പോയി. ഇവിടെ കയറേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. തൊട്ടപ്പുറത്തെ കടയിലാണ് പോകേണ്ടത്. പക്ഷേ ഇവിടെ പാർക്കിംഗ് ഉള്ളും, അതുകൊണ്ട് ഇവിടെ കയറാതിരിക്കാനും പറ്റത്തില്ല. അപ്പോൾ കയറി 2-3 മിഠായിയൊക്കെ എടുത്ത് ഞങ്ങൾ. അപ്പോൾ ഈ ഒരു മിഠായി കണ്ടപ്പോൾ ഞാൻ എടുത്തു. കാരണം അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞു, ഞാൻ എടുത്തു. കാരണം ഇതിൻ്റെ ചോക്ലേറ്റ് ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് സ്ട്രോബെറിയാണ്. പക്ഷേ എന്നാലും സ്ട്രോബെറി ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ആ ചേട്ടൻ വിളിച്ചു, ആ ചേട്ടൻ വന്നു. അപ്പം ഞങ്ങൾ നേരെ പോയി. വേറൊന്നുമല്ല, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മേശ എടുക്കാൻ വന്നതാണ്. അത് ഇവിടുന്ന് തന്നെ. പിന്നെ ഞങ്ങളൊരു ഷേക്ക് കുടിക്കാൻ പോയി. എന്നോട് ഷേക്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയാമെന്ന് പറഞ്ഞു. കാരണം ഇത് 20 രൂപേൻ്റെ ഷേക്കാണ്. അപ്പം പിന്നെ ചോദിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ 20 രൂപേൻ്റെ ഷേക്കാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആട്ടതിനും. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ വാങ്ങിച്ച ടേബിളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. ഇത് ഞങ്ങൾ ഗോഡാണെന്ന് വാങ്ങി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുള്ളതിനെക്കാട്ടി റേറ്റ് കുറവാണ്. പിന്നെ ഇപ്പം മരത്തിൻ്റെയും വലിയ വില കൂടിയ ടേബിളിൻ്റെ ആവശ്യമില്ല. കാരണം വാങ്ങിയാൽ മുകളിലേക്ക് എടുത്ത് കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ടേബിൾ തന്നെ ധാരാളം ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങളതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.